നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യ തലസ്ഥാനത്ത് കോൺഗ്രസുമായി സഖ്യത്തിന് തയ്യാറാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി. പഞ്ചാബിൽ 13 സീറ്റുകളിൽ മത്സരിക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയതിന് തൊട്ട് പിറകെയാണ് ഇപ്പോൾ ദില്ലിയിലും തങ്ങൾ സഖ്യത്തിന് തയ്യാറാണ് എന്ന് ആം ആദ്മി പാർട്ടി അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും അധികം ചർച്ചയാക്കപ്പെടുന്നത് മറ്റൊരു കാര്യമാണ്. ദില്ലിയിൽ ആകെ 7 ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത് എന്ന് നമുക്കറിയാം. ഈ 7 സീറ്റുകളിൽ ഒരു സീറ്റ് മാത്രമാണ് നിലവിൽ കോൺഗ്രസിന് ആം ആദ്മി നൽകാം എന്നുള്ള ഒരു പറച്ചിലുണ്ടായിരിക്കുന്നത്. 2019 തെരഞ്ഞെടുപ്പിൽ 7 സീറ്റുകളും BJP തൂത്തുവാരിയിരുന്നു എന്നുകൂടി ഓർക്കണം. അന്ന് 2ാം സ്ഥാനത്തുണ്ടായത് കോൺഗ്രസ് ആയിരുന്നു. ഏറ്റവും അധികം വോട്ട് നേടിയത് കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസിനും പിന്നിലായി 3ാം സ്ഥാനം മാത്രമേ അന്ന് ദില്ലിയിൽ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനുശേഷം ദില്ലിയിലും പഞ്ചാബിലും ഒക്കെ മികച്ച പ്രകടനമാണ് ആം ആദ്മി പാർട്ടി കാഴ്ചവെച്ചത് എന്ന് എടുത്തു പറയേണ്ടി വരും. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും എല്ലാം കോൺഗ്രസിനെയും BJPയെയും ആം ആദ്മി പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു. പഞ്ചാബിലെ കോൺഗ്രസ് സർക്കാരിനെ താഴെ ഇറക്കിയതും ഇതേ ആം ആദ്മി പാർട്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിക്കാണ് രാജ്യ തലസ്ഥാനത്ത് കൂടുതൽ ശബ്ദമുള്ളത് എന്ന് നമുക്ക് പറയേണ്ടി വരും. 2019 ചരിത്രം തന്നെ 2024 ആവർത്തിക്കാനുള്ള സാധ്യതകളുള്ളൂ. കാരണം അത്ര കണ്ട ആത്മവിശ്വാസം BJPക്ക് രാജ്യ തലസ്ഥാനത്തുണ്ട്. എന്തായാലും മെറിറ്റ് അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടി ദില്ലിയിൽ ഒരു സീറ്റ് പോലും അർഹിക്കുന്നില്ല എന്നുള്ള ഒരു കുറ്റപ്പെടുത്തൽ കൂടി ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ സഖ്യത്തിൽ അനുവർത്തിക്കേണ്ട ധർമ്മത്തെ മുൻനിർത്തിക്കൊണ്ട് മാത്രം തങ്ങൾ ഒരു സീറ്റ് കോൺഗ്രസിന് നൽകുന്നു എന്നും അവർ പറയുന്നു. കോൺഗ്രസ് ഒരു സീറ്റിലും ആം ആദ്മി പാർട്ടി 6 സീറ്റുകളിലും മത്സരിക്കുമെന്നാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ആം ആദ്മി പാർട്ടിയുടെ MP ആയ സന്ദീപ് പഥക് മാധ്യമങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഒരു ഭിക്ഷയായി കോൺഗ്രസ് പാർട്ടിക്ക് ഒരു സീറ്റ് നൽകിയതുപോലെയാണ് നിലവിൽ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള പരാമർശം ഉണ്ടായിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ ഉണ്ടായിരിക്കുന്ന തിരിച്ചടികൾക്ക് തൊട്ടു പിന്നാലെ ഈ ദില്ലിയിലും കോൺഗ്രസിന് ഇതേ തിരിച്ചടി തന്നെ നേരിട്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ചും ഉത്തർപ്രദേശിൽ ഇതിനോടകം തന്നെ നമുക്കറിയാം സമാജ്വാദി പാർട്ടിയും അഖിലേഷ് യാദവും കോൺഗ്രസിനെ എത്രത്തോളമാണ് കടന്നാക്രമിച്ചതെന്ന്. അതിന് തൊട്ടു പിന്നാലെ മഹാരാഷ്ട്ര വരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലും കോൺഗ്രസുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ അതത് പ്രദേശത്തെ പാർട്ടികൾക്ക് വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ ഇതാ ആം ആദ്മി പാർട്ടി പോലും കോൺഗ്രസിന് ഭിക്ഷയായി ഒരു സീറ്റ് നൽകിയിരിക്കുന്നു. മെറിറ്റ് അടിസ്ഥാനത്തിൽ നിങ്ങൾ അതുപോലും അർഹിക്കുന്നില്ല, എന്നിട്ടും ഞങ്ങളുടെ വലിയ മനസ്സുകൊണ്ട് ഞങ്ങളത് നൽകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി പറഞ്ഞു വെക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.